ഹലോ ഫ്രണ്ട്സ്, ഐഷ്യൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് മലമുകളിലുള്ള മുരുകൻ ക്ഷേത്രത്തിലേക്കാണ്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ചാനൽ ഐഷ്യൻ ക്രിയേഷൻസ്. ഐഷ്യൻ ക്രിയേഷൻസിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് നമ്മൾ പോകുന്നത് മലമുകളിലുള്ള മുരുകൻ ക്ഷേത്രത്തിലേക്കാണ്. കോയമ്പത്തൂരുള്ള മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ പേര് മരുതമലൈ മുരുകൻ ക്ഷേത്രമാണ്. അവിടേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം പഴനിയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. മലമുകളിലാണ് ഇരിക്കുന്നത്. കൂടാതെ കുറേയേറെ പടികൾ ചവിട്ടി വേണം ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് പടികളുണ്ട് കേട്ടോ. മലമുകളിൽ അങ്ങ് എത്തണമെങ്കിൽ ഒരുപാട് കയറിയിട്ട് വേണം അവിടെ എത്താൻ. ഏകദേശം നമ്മൾ പഴനി അമ്പലത്തിൽ പോയ അതേ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. മല ചവിട്ടി കയറലും ഏകദേശം അമ്പലത്തിൻ്റെ രൂപം കാണാനും ഒക്കെ ഏകദേശം അതേ ഒരു സാദൃശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ. മല ചവിട്ടി കയറാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ അവിടെ താഴെ മരുതമലൈ അമ്പലത്തിൻ്റെ താഴെ അടിവാരത്ത് നിന്നും ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 10 രൂപയാണ് ബസ് സർവീസ്. അപ്പോൾ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ എന്ന രീതിയിൽ ആണ് ബസ് ചെന്നിറങ്ങുന്നത്. കൂടാതെ കാറ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ കാറ്, ബൈക്ക് അങ്ങനത്തെ വാഹനങ്ങളെയും നമുക്ക് അമ്പലം വരെ എത്താൻ പറ്റും. അങ്ങനെയായാലും നമുക്ക് പോകാം കേട്ടോ. അല്ലാത്തവർ പ്രാർത്ഥിച്ചൊക്കെ മല ചവിട്ടി കയറാൻ പ്രാർത്ഥിച്ചവരൊക്കെ ഒരുപാട് ആൾക്കാർ മല ചവിട്ടി തന്നെയാണ് കയറുന്നത്. അങ്ങനെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു രീതിയിലും പോകാം. അവിടുന്ന് തന്നെ ബസ് സർവീസ് ഉണ്ട്. അങ്ങോട്ടേക്കും നമുക്ക് പോകാം. തിരിച്ച് നമ്മളെ അവിടെ നിന്നും ഇങ്ങോട്ടേക്കും ബസ്സിൽ കയറ്റി കൊണ്ടുവിടുന്നതാണ്. ഒരുപാട് ആൾക്കാർ ബസ് വഴിയാണ് വരുന്നത്. കൂടാതെ വണ്ടി എടുത്ത് വരുന്ന ഒട്ടനേകം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു ആ അമ്പലത്തിൽ. ഇത് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം, 2-3 മലകളോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂർ ടൗൺ തന്നെ കാണാൻ പറ്റും കേട്ടോ. താഴത്തായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം വ്യൂ. കോയമ്പത്തൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ ആരും തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. പഴനിയിൽ പോകാൻ പറ്റാത്തവരാണെങ്കിലും ഈ ഒരു അമ്പലത്തിലൊന്ന് പോയിട്ട് കണ്ടിരിക്കണം കേട്ടോ. നല്ലൊരു പീസ്ഫുൾ മൊമെൻ്റ് തന്നെയാണ് കേട്ടോ അവിടെ ചെന്നാൽ. ഗോപുരമൊക്കെ നോക്കിയേ. ഇതൊക്കെ കാണുമ്പോഴേ തമിഴ്നാട്ടിലുള്ള ഒട്ടനവധി അമ്പലങ്ങളുടെയും മുകൾ ഭാഗം ഏകദേശം ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെയും ദർശനം നടത്താൻ വേണ്ടിയിട്ട് വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂ ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ദർശനം കിട്ടുന്ന ക്യൂവും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെയും നമുക്ക് പോകാം. പിന്നെ ഇവിടെ ഒരു 6 മണി ആയിക്കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ ആരെയും കടത്തി വിടത്തില്ല കേട്ടോ. വണ്ടികളായാലും ഒന്നായാലും ക്ഷേത്രത്തിലോട്ടേക്ക് കടത്തി വിടത്തില്ല. കാരണം അവിടെ കാടുകളിൽ നിന്നൊക്കെ ആന ഇറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ 6 മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് അതുകൊണ്ട് ആരെയും കടത്തി വിടുന്നതല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലമുകളിലുള്ള മുരുകൻ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. മുഴുവനായിട്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയൊരു ഫീൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഇനിയൊരു പുതുപുത്തൻ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.